ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്ന മഹേഷ് ചേട്ടൻ്റെ സെക്കൻഡ് സിസ്റ്റർ രമ്യ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ പുള്ളിക്കാരി നമ്മളെ ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാം. പക്ഷേ പോകാൻ നേരത്തെ കണ്ട മഴയോ മഴ. എനിക്കറിയാം കേരളത്തിലിപ്പോൾ ഭയങ്കര മഴയാണ്, പക്ഷേ മഴയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നേരെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. കമോൺ, ലെറ്റ്സ് ഗോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാണ് പോകുന്നത്. ഇത് സുധിച്ചേട്ടൻ്റെ ചേച്ചിയുടെ വീടാണ്. ഇതിൻ്റെ ജസ്റ്റ് ഇതാണ് ഇവരുടെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രൊമോട്ടർ ധാരാളം മണി പ്ലാന്റ് ഒക്കെ ഉണ്ട്. സോ ഒരുത്തനകത്തേക്ക് വെറുതെ ഇവിടെ സൂക്ഷിക്കണം കേട്ടോ. നോക്കണേ കുഞ്ഞാ, അവിടെ സൂക്ഷിക്കണം. കുറച്ച് അഴുക്കലൊക്കെ ഉള്ളതാണ്. ഹലോ ഹലോ ഉണ്ണിക്കുട്ട, ഹായ്. സുഖല്ലേ? വൈദ്യം പഠിക്കുന്ന അമ്മുവാണോ? നീയാണോ? ഹായ്. ഭയങ്കര പാചകമാണെന്നോന്നല്ലോ. നമുക്ക് നോക്കാം. ആന്നല്ലേ, നല്ല നോൺ വെജ് മണമൊക്കെ ഉണ്ട്. ചിക്കനും നല്ല സ്പൈസി ആയിട്ടുണ്ട്. ആൻഡ് വെരി യമ്മി. ഇതാണ് ഷെഫ്. ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ചേച്ചി ഒരു ഡാൻസ് ക്ലാസ് പണിയാൻ നോക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ചേച്ചി ഒരു ഡാൻസ് ടീച്ചറാണ്. ഒരാൾ നല്ല വയലിൻ വായിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടാലോ? ഹലോ ഗൈസ്, നമ്മുടെ എവിടെ ഇരുന്നു? നമുക്കൊന്ന് കേൾക്കാം. ഇദ്ദേഹം എങ്ങനെ വായിക്കുമെന്നൊന്ന് നോക്കട്ടെ. വായിക്കും. അടിപൊളി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല പാട്ടൊക്കെ വായിക്കണം കേട്ടോ. ഏതെങ്കിലും പാട്ടറിയാവോ വായിക്കാൻ? ഇല്ല, നെക്സ്റ്റ് ടൈം സൂപ്പറായിരിക്കും. നീ എന്നാ ചെയ്യുന്നത്? ഇവിടെ എന്തൊക്കെയോ കളിയും എന്തൊക്കെയാണ്. ഒക്കെ ഇവർക്ക് ഓരോ കിട്ടിയതാണ്. ഈ ഒരു സംഭവം സൂപ്പറാണ്. ഇവിടെ നല്ല രസമുണ്ട്. ബുക്സൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നൈസ്. ഇതാണ് ഇവരുടെ പൂജാമുറി. ഇവിടെയൊക്കെ ലൈറ്റ് വരും. അതിൻ്റെ സ്റ്റെയർസിലൊക്കെ സൂപ്പറാണ്. ഇങ്ങനെ ഇതും അടിപൊളിയാണ്. ഈ ഒരു വ്യൂ. നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡിയാണ്. ചിക്കൻ കറി, മീൻ കറി, പൈനാപ്പിൾ, നമ്മുടെ ചോറ്, ചിക്കൻ ഫ്രൈ ആൻഡ് മെഴുക്കുവരട്ടി. പിന്നെന്താ കൊണ്ടാട്ടോ. അതെ അതെ അതെ, പായസത്തിൻ്റെയും കൂടെ ഒരു കുഴപ്പമില്ല. എല്ലാവരും ഇവിടെ ഇനി ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഇലയൊക്കെ ഇട്ടു. ഇനി ലെറ്റ്സ് ഹാവ്. സോ നമുക്കിനി ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, കൊള്ളാം ചേച്ചി. പുള്ളിക്കാരിയാണ് ഇതിൻ്റെ ഷെഫ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചിക്കൻ ഫ്രൈ ഇടുമായിട്ടുണ്ട് അല്ലേ. ഇതാണ് മിസ് രാധിക, പുള്ളിക്കാരിയാണ്. ട്രീറ്റ് തരുന്നത് ഈ ഡാൻസ് ടീച്ചറാണ് രമ്യ ചേച്ചി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പായസത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ശരി എന്നാൽ നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ മേടിക്കാനായിട്ട് ചേച്ചി പോവാണ്. നല്ല മഴയും ഉണ്ട് ഗൈസ്. കണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ പായസമാണ് ഉണ്ടാക്കാൻ വന്നത്. അത് സേമിയയുടെ പായസം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു പായസത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ചേച്ചി പോയി മിസലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് സ്ഥിരം നമ്മുടെ ഷെഫ് തന്നെയാണ്, മിസ് രാധിക. അപ്പോൾ ഇത് ചേച്ചിയുടെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചില്ലേ ചേച്ചി? നെയ്യത്തിലൊന്നും ഇറക്കണം. അതാണ് ഞാൻ കഴിക്കുന്ന ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഇത് ബ്രൗൺ കളർ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് വേവിക്കണം. അപ്പോൾ സേമിയ ഒന്ന് വെന്ത് കിട്ടും. സോ ഇതാണ് ഒരു എളുപ്പപ്പണിയാണ് അല്ലേ. പെട്ടെന്ന് കുറച്ച് പഞ്ചസാരയും കൂടി ഇടുമ്പോൾ എല്ലാ സേമിയയ്ക്കുള്ളിൽ പിടിക്കും. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ പാല് തിളപ്പിക്കാവുന്നതാണ്. പിന്നെ പാൽ അധികം യൂസ് ചെയ്താൽ നമുക്ക് കൊടുക്കണ്ടല്ലോ. പാല് കുറവുള്ള സമയത്ത് അതെ, ആകെ ധർമ്മസങ്കടത്തിലാണത്. ഇതിനകത്ത് വെന്ത് വരുവാണ്. ഇത്
ഇതിലാണ് അതായത് അതിലല്ല ഈ പച്ച പച്ച ചേച്ചി വേവിക്കാൻ ഇത് രണ്ട് കവർ പാലാണ് അരിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ അതിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് വേവണം. ഇവിടം വരെ ആയി ഓൾമോസ്റ്റ്. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാർഡമൊക്കെ ചതച്ചിടാം. അങ്ങനെയുള്ളൊക്കെ പായസക്കൂട്ടെന്ന് പറഞ്ഞതാ അവർ തന്നെ തരും. അപ്പോൾ ഇത്രയും ഇതങ്ങ് ഇട്ടാൽ മതി. സോ അതിനകത്ത് 2 ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത് നമുക്കൊന്ന് വറുത്ത് ഇടാം അല്ലേ? ഇത് നമുക്ക് ഇത് നമുക്ക് സോ ഇത് അച്ഛൻ്റെ എന്തോ സ്പെഷ്യലാണ് ചേച്ചി പറയുന്നത്. നമുക്ക് നോക്കാം. സോ ഇത് നമ്മുടെ അച്ഛൻ്റെ ടെക്നിക്കാണ് ചേച്ചി പറയുന്നത്. സോ ഇത് ഏലക്കയും പഞ്ചസാരയും കൂടോ? ഓ അപ്പം നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും. അതാണ് സോ ഗൈസ് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്താണ് ഇതിൻ്റെ ടെക്നിക്ക്? ചെറിയ ജാറിലിട്ട് പൊടിക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ശരിക്കും ഫ്ലേവറൊക്കെ അങ്ങോട്ട് വരും. ഇത് വേണമെങ്കിൽ മുളക് സാധനം ചിലർക്ക് ഇഷ്ടമില്ല. ഈ കൊറ്റല്ലേ ഇത് കളയാം. ചിലർക്ക് ഇതിന് വരുന്നത് ഇഷ്ടമില്ല. ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. സോ നമ്മൾ ആ പൊടിച്ച് വെച്ചതിലേക്ക് അപ്പോൾ നല്ല ഫ്ലേവർ, നല്ല വറുത്തം കിട്ടാൻ മതി. ഓക്കെ ഏകദേശം എല്ലാം എന്താ സെറ്റായി വന്നിട്ടുണ്ട്. ഈ കൊതി വരുന്നത് കഴിക്കാൻ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് സേമിയ പായസം. ഭയങ്കര ഇഷ്ടമാണ്. വറുത്തിടാൻ വേണ്ടിയിട്ട് നെയ്യും ഇതിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് എനിക്കൊന്ന് വെള്ളം കുറച്ച്. പക്ഷെ ആദ്യം അണ്ടിപ്പരിപ്പ് ഇടണം. പിന്നെ അതെ അതെ അതിൻ്റെ ഒരു ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയി. നമുക്ക് അധികം നേരം വെക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സും കഴിഞ്ഞു ഗൈസ്. നമ്മുടെ പായസം ഇസ് റെഡി. മിൽക്ക് മെയ്ഡും മിൽക്ക് മെയ്ഡും നമ്മൾ കിട്ടുവാനായിരുന്നു. മധുരമൊക്കെ കറക്റ്റ് അല്ലേ? നോക്കിയാ ലാസ്റ്റ് നമുക്കൊരു നെയ്യും കൂടെ. ചൂടായിരിക്കും. മധുരം കൊണ്ട് കൊള്ളാം. അപ്പോൾ ഗൈസ് നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ നമ്മൾ വീണ്ടും അതെ അതെ ഇനി വീണ്ടും അടുത്തൊരു ബ്ലോഗുമായി കാണുന്നവരെ ബൈ. സുധിച്ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഇവരിത് റീസെൻ്റ്ലി പണിഞ്ഞ വീടാണ്. നമുക്കൊന്ന് കണ്ടു കളയാം. അവിടെ ഒരു ലൈറ്റ് പുറത്തിട്ടല്ലോ. എല്ലാ ലൈറ്റും കൂടി ഇതൊരു 4 ഘട്ട സെറ്റപ്പ് അല്ലേ? ഇവിടെ നിന്നൊരു വർക്ക് ഏരിയ പോലെ. ഓ ഇവിടെയാണ്. ഓ ഇവിടെ അപ്പോൾ അടുപ്പുണ്ട് 2. ഓക്കെ ചേട്ടൻ്റെ തബല ഉണ്ടല്ലോ ഇവിടെ. ആരാ തബല? അതെ കണ്ടോ കുഞ്ഞാ തബല? ഇതൊക്കെ എന്താണെന്ന് അറിയോ നിനക്ക്? ബ്ലൈൻഡ്സ് കൊള്ളാം അല്ലേ? വാഷ്റൂം സ്പേഷ്യസ് ആണ്. കൊള്ളാം. ഈ കുട്ടി വരച്ചതാണ്. നന്നായിട്ടുണ്ട്. ഏതാ ദാമിണി? സൂപ്പർ അല്ലേ? എൻ്റെ റൂം അല്ലേ? കൊള്ളാം. നൈസ്. ഇതടിക്കാൻ കൊടുക്കണ്ട കുഷ്യൻ അടിക്കല്ലേ? ഇത് കവറിടല്ലേ? ഇത് ഉണങ്ങിയാ?
ഇത് കളയാനൊക്കെ വെച്ചതാണ്. അപ്പൊ അത് ഇങ്ങനെ ആക്കി എടുത്തു. 3 ബെഡ്റൂം അല്ലേ? അതിന്റെ മോൾ വശം ആ അതെ നൈസ്. കൊള്ളാം. ഈ ബ്ലൈൻഡ്സ് ഒരു പ്രത്യേകത, നല്ല മാച്ചിങ് ആണ്. നല്ലതാ. സോ ഈ വീടിന് ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ തന്നെയാണ്, താഴെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് എല്ലാം ഉള്ളത്. ആൻഡ് നല്ല വെളിച്ചവും കിട്ടും ഇങ്ങനെ. സോ അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഇതിനുള്ളത്. ഓൾ ഇൻ വൺ സ്പേസ് ആൻഡ് ദർ ഇസ് എ ലിവിംഗ് ഏരിയ ഹിയർ. ഇത് കാണിക്കാനാ വെച്ചാ ആ ഈ ലൈറ്റ് LED വെച്ചേക്കണ്ട. കൊള്ളാം കൊള്ളാം. നമ്മൾ വീടെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും രമേശിച്ച വീട്ടിലേക്ക് പോവാണ്. ഇനി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമുക്കിനിയും തിരിച്ച് അമ്മയുടെ അടുത്തും കൂടെ കയറി നമ്മൾ തൃശ്ശൂരിലേക്ക് പോവാണ്. നൈസ്, അടിപൊളി വീട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റ ആ ഗ്രൗണ്ടിൽ തന്നെ എല്ലാ റൂംസും എല്ലാം ഭയങ്കര സ്പേഷ്യസ് ആണ്, അടിപൊളിയാണ്.